നോക്കൂ, ഒന്ന് ഈ പൊതുജന ആരോഗ്യ സംവിധാനം അത് അമ്പാടെ പരാജയമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ജയിക്കടക്കം മനസ്സിലാക്കേണ്ടത് അതൊരു ദിവസം രാവിലെ വീണ ജോർജോ അല്ലെങ്കിൽ ഇവരുടെ മുൻ മന്ത്രിയോ വന്നപ്പോൾ ഈ മഴുവെറിഞ്ഞ് വീഴ്ത്തി ഉണ്ടാക്കിയ സംവിധാനമല്ല. അതിൽ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ പങ്കുണ്ട്, നായനാറുടെ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഉണ്ട്, കരുണാകരൻ്റെ ഉണ്ട്. അത് ഒരു ഡസൻ ഗവൺമെന്റുകളുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. പക്ഷെ നോക്കിയപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? സങ്കീർണതയാണ്. ഏത് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഏത് സങ്കീർണതയുടെ ഭാഗമാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഹർഷണയുടെ വയറ്റിൽ കത്രിക കിടക്കുന്നത്? 5 വർഷക്കാലം അവർ ആ വേദന വഹിച്ച് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും പ്രസവ സമാനമായ വേദന അനുഭവിച്ച് ആ സ്ത്രീ 3 വർഷക്കാലം സമരപ്പന്തലിട്ട് ആ സമരപ്പന്തലിലേക്ക് ഈ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി എത്തിയിട്ട് ഞാൻ എല്ലാം തീർത്തു തരാം, പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയിട്ട് പിന്നീട് അവരെ കാണാതെ അവർക്ക് 1 രൂപയുടെ സഹായം ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് ഏത് സങ്കീർണതയുടെ ഭാഗമാണ്? അതിനെല്ലാം നമ്മൾ കൂടെ മെഡിക്കൽ ടൈംസ് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ വേദന ആ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടില്ല. ഇപ്പം ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഇതേ സംഭവം ഉണ്ടാകുന്നു. കത്രിക വെച്ച് മറക്കുകയാണ്. ഏത് സങ്കീർണതയുടെ ഭാഗമാണ്? ഇപ്പോൾ ഡ്യൂട്ടി ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് ഡോക്ടർ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷെ ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ ഡ്യൂട്ടി ഷിഫ്റ്റിലെ ഈ പറയുന്ന നഴ്സുമാർ മാറി വരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് തൊഴിൽ ചെയ്യുന്ന ജോലിക്കാർ മാറി വരുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ആരാണ്? ആ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറാണ്. അവർക്കൊരു കത്രിക വെച്ച് മറക്കാൻ പറ്റുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ അതിനുശേഷം അവരുടെ സംഘടനകൾ വന്ന് ഇതിന് പുതിയ പേരിടുകയാണ്. ഇത് സങ്കീർണത, ബീഭത്സം, അത് ഇത് എന്ന് പറഞ്ഞ് പുതിയ പേരുകളിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അവരുടെ വേദനയെ അഡ്രസ്സ് ചെയ്യാതിരിക്കൽ മാത്രമല്ല, ഹർഷിനെ അടക്കമുള്ള നമ്മുടെ സഹോദരിമാരെ ഇതാ ഫ്രണ്ടിലിരുത്തി അത് സങ്കീർണതയാണ് എന്ന് പറയുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.